സെയിൽസ് ജോബിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജോബിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ ആദ്യം കാണുന്ന 10 ഓപ്പർച്യൂണിറ്റി 8 സെയിൽസ് കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. എന്താണ് സെയിൽസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി? ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെയിൽസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓണ്ടർപ്രണറിനേക്കാളും മേ ബി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് സെയിൽസ് എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാം. ബട്ട് അതിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കണം, നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, നന്നായിട്ട് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, നന്നായിട്ട് പ്രൊഡക്റ്റ് നോളജ് ഗ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ, സോ ഏതൊരു വിഷയവും നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്ന ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സെയിൽസ് ഡൊമൈൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നാളെ മാറത്തുള്ളൂ. അല്ലാതെ സെയിൽസ് ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലായിടത്തും ജോബിന്റെ അവൈലബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് നമുക്കൊരു സെയിൽസ് ജോബിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യമായിട്ടുള്ള ഏരിയ അല്ല. എൻഡ് ഓഫ് ദ ഡേ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സെയിൽസ് ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്.